രണ്ട് പടി കയറാൻ പറ്റാത്ത മന്ത്രിയാണോ ഈ കേരളത്തിനെ രക്ഷിക്കാൻ പോണ പിണറായി? പണ്ട് പണ്ട് കമ്മു നാടു ഭരിച്ചത് നമ്മളും കണ്ടല്ലോ, അയ്യോ നാടു മൂടിച്ചത് നമ്മളും കണ്ടല്ലോ. ഇവരൊക്കെ എന്തിനാണ് നാടൻ കെട്ട് ഈ കസേരയിൽ ഇരിക്കുന്നത്? ഇത് 7ാമത്തെ മാസമാണ്. ഞാൻ എങ്ങനെ ജീവിക്കും? ഇവര് ഈ ആലിബാബയിൽ 40 കള്ളന്മാരും മരിക്കുന്ന കേരളത്തില് അവരൊരു ജനസർക്കസ് നടത്തി. എന്തിനു വേണ്ടിയിട്ടാ? ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അവര് നടത്തിയത്? എന്നെ പോലെയുള്ള എല്ലാ അമ്മമാരും അച്ഛന്മാരും ചേട്ടന്മാരും കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാ. അവരെന്തിനു വേണ്ടിയിട്ടാണ് അവർ ഈ ജനസർക്കസ് നടത്തിയത്? അവർക്കൊരു വണ്ടിയിലേക്ക് കയറാൻ ലിഫ്റ്റ്, 2 പടി കയറാൻ പറ്റാത്ത മന്ത്രിയാണോ ഈ കേരളത്തിനെ രക്ഷിക്കാൻ പോണ പിണറായി? ഈ അഴിമതി വീരൻ ഞാൻ ഒന്ന് പറഞ്ഞു വന്നാൽ എനിക്ക് ദേഷ്യ സങ്കടം വരും. എന്റെ അച്ഛൻ ചെറുപ്പത്തിലെ ഞങ്ങളെ എന്റെ താഴാദികളെ മടിയിലിരുത്തി പാട്ടുപാടിയിരുന്നു. പണ്ട് പണ്ട് കമ്മു നാടു ഭരിച്ചത് നമ്മളും കണ്ടല്ലോ, അയ്യോ നാടു മൂടിച്ചത് നമ്മളും കണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ നാട് ഭരിച്ച് നാട് മുടിച്ചൊരു സർക്കാർ ഇന്ന് വരെ എനിക്ക് 70ാമത്തെ വയസ്സാ. ഞാൻ ഈ കണ്ട വയസ്സിനിടയ്ക്ക് ഇങ്ങനെ ഒരു ദുർഭരണം, ഈ തെണ്ടി ഭരണം ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അനുഭവിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ഭരണം ഇന്ന് ഇവരാണ് പ്രതിപക്ഷത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ എന്തൊക്കെ നടക്കും നിങ്ങൾ മനസ്സിലാക്ക്. എന്തൊക്കെ നടക്കും? നമ്മുടെ നാട്ടില് ടയർ പോരാണ്ട് വരില്ലേ അവർക്ക് കത്തിക്കാൻ? അവർക്ക് ടയർ വേറെ രാജ്യത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരും ടയർ കത്തിച്ച് ജയ് വിളിക്കാൻ. അവര് ഓരോ ഉപാധികൾ വെക്കുന്നത് പോലെ തന്നെയല്ലേ മറ്റുള്ളവർക്ക് ഈ ഉപാധി ബാധകല്ലേ? ഇവരൊക്കെ എന്തിനാണ് നാടൻ കെട്ട് ഈ കസേരയിൽ ഇരിക്കുന്നത്? ഇവനെ ഇറങ്ങിപ്പോക്കൂടെ? ഈ കെട്ടി തൂങ്ങി കിടക്കണ ഞങ്ങളെ പോലുള്ളവരെ കഷ്ടപ്പെടുത്താൻ വേണ? ഞങ്ങളിന്ന് തെണ്ടി ജീവിക്കാം. ഞാൻ ഈ പിച്ച ചട്ടി എടുക്കണില്ല എന്നുള്ള ഈ സുഭാഷിന് അറിയാം ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. അറിയോ? സങ്കടം കൊണ്ടാണ് പറയുന്നത്. ഈ പിണറായിയുടെ കുടുംബം ഒന്നിച്ചു പറ്റിച്ച് വഞ്ചിച്ച് കേരളത്തിനെ മുടിപ്പിക്കാതെ ശരി വെച്ചു കൊടുക്കാൻ അതിന്റെ പിന്നില് കുറെ മാന്യന്മാര് ശരിയാണ്. കേറുമ്പോ പറഞ്ഞു ശരിയാക്കി തരാം. ഇപ്പൊ ശരിയാക്കി, എല്ലാം കൊണ്ട് ശരിയാക്കി, എല്ലാം ശരിയായി. പിന്നെ നാമെന്താ? ഇവര് വേദിയിൽ കയറിയ തല ഉയർത്തിപ്പിടിച്ച എല്ലാ നേതാക്കന്മാര് സംസാരിക്കുന്ന പോലെ സംസാരിക്കില്ല. അവന്റെ തല ഇങ്ങനെ കിടക്കുള്ള കഥ ശിരസും തലിയനവന് അവൻ മൂത്ത് നോക്കി സംസാരിക്കില്ല. ഞാൻ അതൊന്നും പറയണില്ല. ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തി സങ്കടം വരുന്നുണ്ട്.